ആ തെരുവിലോട്ടൊന്ന് ഇറങ്ങി നോക്കണം. ജനങ്ങൾ ക്യൂ നിൽക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടി, ഭക്ഷണം കഴിക്കാൻ. അതായത് പിരിച്ചുവിട്ട പല ആൾക്കാരും ക്യൂ നിൽക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ എന്നാണ് ഇവിടെ പല സാമ്പത്തിക വിദഗ്ധരും ഡൊണാൾഡ് ട്രംപിന് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ കളിയാക്കിക്കൊണ്ട് നടന്നവന്മാരാണ് ഈ അമേരിക്കക്കാരെന്ന് പറയുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ ഗതി എന്ന് പറയുന്നത് അധോഗതിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. എന്തു തന്നെയായിരുന്നാലും ഒരു നേരത്തെ ഭക്ഷണത്തിനായി ഭക്ഷ്യ ബാങ്കുകൾക്ക് മുന്നിലാണ് ഇവർ ക്യൂ നിൽക്കുന്നത്. സർക്കാർ പട്ടിണിയിലായത്, അതല്ലെങ്കിൽ പട്ടിണിയിലാക്കിയത് 40 ദശലക്ഷം അമേരിക്കക്കാരെയാണ് എന്ന റിപ്പോർട്ടുകൾ നമ്മുടെ ഇൻ്റർനാഷണൽ മീഡിയാസ് പുറത്തുവിടുന്നുണ്ട്. ഇനി സൈനികരുടെ കുടുംബം ഉൾപ്പെടെ ശമ്പളമില്ലാത്ത ഫെഡറൽ തൊഴിലാളികൾ ഭക്ഷ്യ ബാങ്കുകളിൽ നീണ്ട ക്യൂവിൽ നിൽക്കുകയാണ് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നു. ഇത് ഒരു സംസ്ഥാനത്തോ 2 സംസ്ഥാനത്തോ അല്ല, ഇത് ഒരുപാട് സംസ്ഥാനത്ത് ഈ ക്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കാലിഫോർണിയ, മെറിലാൻഡ്, ടെക്സസ്, അരിസോണ അങ്ങനെയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ ഇവർ ക്യൂ നിൽക്കുന്നുണ്ട്. പോരാത്തതിന് സോഷ്യൽ മീഡിയയിൽ ഡൊണാൾഡ് ട്രംപിനെയും അമേരിക്കൻസിനെയും എല്ലാം ട്രോളി കൊല്ലുകയാണ് പല ലോകരാജ്യങ്ങളും. കാരണം ഇവർ നിരന്തരമായിട്ട് ലോകരാജ്യങ്ങളെ ട്രോളുന്നു. ഇവർക്ക് മേലെ ഒന്നുമില്ല. നമ്മുടെ CID മൂസയിലെ ക്യാപ്റ്റൻ രാജു പറയുന്നത് പോലെ, നീ എന്നെ കണ്ടുപിടിക്കുക, എൻ്റെ തലയ്ക്ക് മുകളിൽ ആരുമില്ല, തലയ്ക്കകത്തും ആരുമില്ല.